നമസ്കാരം. രാമായണ മാസം എന്നത് കേവലം ഒരു പുസ്തക വായന മാത്രമല്ല, മറിച്ച് അതിലെ മൂല്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി സൽഗുണസമ്പന്നമായ ഒരു ജീവിത രീതി രൂപപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ പ്രധാന ലക്ഷ്യം. ധർമ്മം, ത്യാഗം, ഭക്തി, കുടുംബ ബന്ധങ്ങളുടെ മൂല്യം എന്നിവയാണ് രാമായണ മാസാചരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന പ്രധാന ഉപദേശങ്ങൾ. ശ്രീരാമന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ ധൈര്യത്തോടെയും മൂല്യങ്ങളോടെയും നേരിടാമെന്നുള്ളതാണ്. വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും എപ്പോഴും ധർമ്മം പാലിക്കുകയും സ്വന്തം സുഖസൗകര്യങ്ങൾക്കപ്പുറം ധർമ്മത്തിന് മുൻഗണന നൽകാനും നാം പഠിക്കണം. അധികാര മോഹങ്ങൾക്ക് വഴങ്ങാതെ കുടുംബത്തിൻ്റെയും നാടിൻ്റെയും നന്മയ്ക്കായി സ്വന്തം ജീവിതം ത്യജിക്കാൻ തയ്യാറാവുകയും മാതാപിതാക്കളോടുള്ള ആദരവ്, സഹോദരങ്ങളുടെ സ്നേഹം, ഭാര്യ ഭർത്താക്കന്മാരുള്ള പരസ്പര വിശ്വാസം എന്നിവ കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. ഈശ്വരവിശ്വാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശബരിയെയും ഭക്ത ഹനുമാനെയും നമുക്ക് മനസ്സിലാക്കാം. മനസമാധാനവും പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ അവരെ പോലുള്ള ഭക്തി ഉത്തമ ഉദാഹരണമാണ്. നമ്മൾ എത്ര പദവിയിലിരുന്നാലും വിനയമുള്ളതും പ്രതികൂല സാഹചര്യങ്ങളിൽ ക്ഷമയോടെ പ്രവർത്തിക്കുകയും ചെയ്യണം. അതിലേക്കായി പാഞ്ചജന്യം ഭാരതം ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ ഈ രാമായണ മാസത്തിൽ ജനം ടിവിയുമായി സംഘടിപ്പിച്ച് പ്രമുഖരായ ആചാര്യന്മാരെയും പണ്ഡിതന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി വരുന്ന പ്രോഗ്രാമാണ്. ഞാൻ പാഞ്ചജന്യം ഭാരതം എന്ന സംഘടനയിൽ വന്നിട്ട് 5 വർഷമാകുന്നു. എൻ്റെ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഉണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. കുട്ടികൾ നമ്മുടെ ഇതിഹാസങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിൻ്റെ മൂല്യങ്ങൾ മനസ്സിലാക്കാനും തുടങ്ങിയത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കാലത്ത് അത് വളരെ വലിയ അനുഗ്രഹമായാണ് തോന്നുന്നത്. ഈ സംഘടന വരും തലമുറയെ, അതായത് നമ്മുടെ കുട്ടികളെ കായികമായും സാംസ്കാരികമായും കലാപരവുമായ കാര്യങ്ങൾ ചെയ്തു വരുന്നു. കരാട്ടെ, നൃത്തം, സംഗീതം, ആധ്യാത്മിക ക്ലാസുകൾ, ഭാരത സംസ്കാരം എന്നിവ പരിശീലിപ്പിച്ചു വരുന്നു. രാമായണ മാസത്തിൽ കുട്ടികളെ രാമായണ കഥാപാത്രങ്ങളുടെ വേഷധാരികളാക്കി അതിൻ്റെ മൂല്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഈ അവസരത്തിൽ 17-ാം തീയതി മുതൽ അടുത്ത മാസം 16-ാം തീയതി വരെ ജനം ടിവിയിൽ വൈകിട്ട് 6:30 സംപ്രേഷണം ചെയ്യുന്ന ശ്രീരാമസാഗരം ഗ്ലോബൽ ഫെസ്റ്റിവൽ എല്ലാവരും കുടുംബസമേതം സശ്രദ്ധം ശ്രവിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ജയ് ശ്രീറാം.